നല്ല സൗഹൃദങ്ങൾ നൽകിയ സ്നേഹം എത്ര അകലങ്ങളിൽ ആണെങ്കിലും മനസ്സിൽ നിന്ന് മായില്ല. മോഹിച്ചത് കിട്ടണമെന്നില്ല, പക്ഷേ മോഹിക്കാതെ കിട്ടുന്നത് ചിലപ്പോൾ മോഹങ്ങൾക്കും അപ്പുറമായിരിക്കും. തകർച്ചയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും തമാശയ്ക്ക് ഒരു സ്ഥാനവും നൽകാതിരിക്കുക. മഹത്തായ പല വിജയങ്ങൾക്ക് പിന്നിലും ശക്തമായ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. ഒരാളുമായി യഥാർത്ഥ ബന്ധം നിലനിർത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവരെക്കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുക, അല്ലാതെ അവരെക്കുറിച്ച് കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ അല്ല. നിങ്ങളെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മറുപടി നിങ്ങളുടെ പുഞ്ചിരിക്കും കണ്ണീരിനും കാരണം അവരിൽ നിന്ന് തെളിയിക്കുകയാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കുക, കാരണം അവർ ക്ഷമ അർഹിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് നിങ്ങൾ സമാധാനത്തിന് അർഹരായതുകൊണ്ടാണ്. പ്രവർത്തിക്കേണ്ടത് മറ്റൊരാളേക്കാൾ മികച്ചതാകാൻ വേണ്ടിയല്ല, ഇന്നലെ നിങ്ങൾ എന്തായിരുന്നു അതിലും മികച്ചതാകാൻ വേണ്ടിയാണ്. കാലിയായ പോക്കറ്റിന് ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയും. നിറഞ്ഞ പോക്കറ്റിന് നിങ്ങളെ ഒരുപാട് വഴികളിൽ നശിപ്പിക്കാൻ കഴിയും. ജാഗ്രതയോടെ പണം ഉപയോഗിക്കുക. മോശം സുഹൃത്തുക്കൾ നിങ്ങളുടെ നിഴലുകളിൽ നിന്ന് വ്യത്യസ്തമല്ല. നിങ്ങളുടെ ഏറ്റവും തിളക്കമുള്ള സമയങ്ങളിൽ അവർ നിങ്ങൾക്ക് ചുറ്റും ചുറ്റിത്തിരിയുന്നു, എന്നാൽ നിങ്ങളുടെ ഇരുണ്ട സമയങ്ങളിൽ അപ്രത്യക്ഷമാവുകയും ചെയ്യും. നമ്മുടെ സ്വാർത്ഥതയ്ക്കായി ആരെയും നമ്മൾ തളച്ചിടരുത്. അവരെ അവരുടെ ഇഷ്ടത്തിന് വിടൂ. നമ്മുടേതെങ്കിൽ നമ്മളിൽ തന്നെ നിലനിൽക്കും, അല്ലെങ്കിൽ നമ്മിൽ നിന്ന് അകന്നു പോകും. മിക്ക ആളുകളും ജീവിതത്തിൽ പരാജയപ്പെടുന്നത് ചെറിയ കാര്യങ്ങളിൽ അനാവശ്യമായ പ്രാധാന്യം നൽകുമ്പോഴാണ്. കൂടെയുള്ളവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുക എന്നതാണ് ഇക്കാലത്ത് കിട്ടാവുന്നതിൽ വെച്ച് ബിഗ്ഗസ്റ്റ് അൾട്ടിമേറ്റ് ലക്ക്. സങ്കടത്തെ അത് ഇന്നത്തെ പ്രശ്നമല്ല, അത് ഇന്നലെയുടേതായിരുന്നു. അത് നാളത്തെ നാശമാവരുത്. സാവധാനത്തിൽ നടക്കുന്നവരേക്കാൾ കൂടുതൽ ആത്മവിശ്വാസവും സന്തോഷവും ഉള്ളവരാണ് വേഗത്തിൽ നടക്കുന്നവർ. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരാളുമായി കുറഞ്ഞത് 60 മിനിറ്റ് നേരം സംസാരിക്കുന്നത് നിങ്ങളെ സമാധാനത്തോടെ ഉറങ്ങാൻ സഹായിക്കും. നിങ്ങളുടെ സ്വഭാവത്തിലേക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നതിലൂടെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നിറവേറ്റാൻ നിങ്ങൾക്ക് കഴിയും. വിജയവും പരാജയവും ജീവിതത്തിലെ 2 സ്ഥിരമല്ലാത്ത അവസ്ഥകൾ മാത്രമാണ്. വിജയത്തിൽ അമിതമായി സന്തോഷിക്കുകയോ പരാജയത്തിൽ അഗാധമായി ദുഃഖിക്കുകയോ ചെയ്യരുത്. ഒരു സ്ത്രീയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനം അവളുടെ ചുണ്ടുകളേക്കാൾ കൂടുതൽ അവളുടെ വികാരങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയും. നെഗറ്റീവ് വ്യക്തികളിൽ നിന്നും അകന്ന് നിൽക്കുക. ഓരോ പരിഹാരത്തിനുമവർ പുതിയൊരു പ്രശ്നം സൃഷ്ടിക്കുന്നതാണ്. അസന്തുഷ്ടനായ ഒരു വ്യക്തി ഒരിക്കലും ഈ നിമിഷത്തിൽ ജീവിക്കുന്നില്ല. അവർ ഒന്നുകിൽ ഭൂതകാലത്തിലോ അല്ലെങ്കിൽ ഭാവിയിലോ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ എത്ര വിദ്യാസമ്പന്നനോ കഴിവുള്ളവനോ ധനികനോ സമ്പന്നനോ കുലീനനോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ് ആത്യന്തികമായി നിങ്ങൾ എന്ന വ്യക്തി. ആരെങ്കിലും ഒരുക്കിയ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് നമ്മുടെ വഴി നമ്മൾ തന്നെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ സുഹൃത്തിനെ സ്നേഹിക്കുന്നത് വളരെ എളുപ്പമാണ്, എന്നാൽ പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പാഠം ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ശത്രുവിനെയും സ്നേഹിക്കുക എന്നതാണ്. ഒരു സ്ത്രീ തൻ്റെ പങ്കാളിയേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് അവളുടെ കൂട്ടുകാരനെയാണ്. കാര്യങ്ങൾ എളുപ്പമാകാൻ കാത്തിരിക്കരുത്. ജീവിതം എപ്പോഴും സങ്കീർണം ആയിരിക്കും. ഇപ്പോൾ സന്തോഷവാനായിരിക്കാൻ പഠിക്കുക, അല്ലാത്തപക്ഷം നിങ്ങൾക്ക് സന്തോഷിക്കാൻ ലഭിക്കുന്ന സമയം വളരെ പരിമിതമായിരിക്കും. തങ്ങളോട് അടുപ്പം കാണിക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾ പൊതുവെ അവരുടെ സൗഹൃദ മേഖലയിലേക്കാണ് കൊണ്ടുപോകാറ്. നിങ്ങളോടുള്ള ഒരാളുടെ അഗാധമായ സ്നേഹം നിങ്ങൾക്ക് ശക്തി നൽകുന്നു, എന്നാൽ ഒരാളെ ആഴത്തിൽ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് ധൈര്യം നൽകുന്നു. മറ്റൊരാൾക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കാനോ അസന്തുഷ്ടനാക്കാനോ കഴിയുമെന്ന് ചിന്തിക്കുന്നത് പരിഹാസ്യമാണ്. ഒരു അമ്മ തൻ്റെ ഏക കുഞ്ഞിനെ ജീവൻ കൊണ്ട് സംരക്ഷിക്കുന്നത് പോലെ എല്ലാ ജീവികളോടും അതിരുകളില്ലാത്ത സ്നേഹം വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയും.
സ്വയം സംസാരിക്കുന്ന ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് കൂടുതലാണ്. നിങ്ങൾ മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി ഒരു ജീവിതം നയിക്കാൻ കഴിയില്ല. എല്ലാ നിഷേധാത്മക കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മറ്റൊരാളുടെയും പ്രേരണ കൂടാതെ സ്വയം അകന്നു പോകുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ മനോഹരമായ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ജീവിതം ജീവിക്കാനുള്ളതാണ്, മറ്റുള്ളവരെ ദ്രോഹിച്ചല്ല, മറിച്ച് നന്മകൾ ചെയ്ത്. ഒരാളെയും ഇല്ലാതാക്കാൻ ആരും നമുക്ക് അധികാരം തന്നിട്ടില്ല. ഏറ്റവും ദുർഘടങ്ങളായ പ്രതിസന്ധികളിൽ പോലും ശാന്തമായി പ്രതികരിക്കാൻ നാം ശ്രമിക്കണം. പഠനങ്ങൾ പറയുന്നത് കരച്ചിൽ നിങ്ങളുടെ വിഷാദവും സങ്കടവും കുറയ്ക്കുകയും നിങ്ങളുടെ മനസ്സിനെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് കരച്ചിലിനെ ഒരിക്കലും പിടിച്ചു നിർത്തരുത്. നിങ്ങൾ ഒരാളെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുമ്പോൾ എല്ലാം ആദ്യം നിങ്ങളെക്കുറിച്ച് അയാളാണ് ചിന്തിച്ചത് എന്നാണ് അർത്ഥം. എല്ലാം നിങ്ങൾക്ക് എതിരാണെന്ന് തോന്നുമ്പോൾ ഓർക്കുക, വിമാനം കാറ്റിന് എതിരെയാണ് പറന്നുയരുന്നത്, അതിനൊപ്പം അല്ല. വലിയ മനസ്സുകൾ ആശയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ശരാശരി മനസ്സുകൾ സംഭവങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ചെറിയ മനസ്സുകൾ ആളുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. പരാജയം എന്ന വാക്ക് നേതാക്കൾ ഒരിക്കലും ഉപയോഗിക്കാറില്ല. അവർ പരാജയങ്ങളെ പഠനാനുഭവങ്ങളായി കാണുന്നു. നിങ്ങളുടെ സമയത്തെ നിങ്ങൾ വിലമതിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരും അതിന് വില കൊടുക്കില്ല. നിങ്ങളുടെ സമയവും കഴിവുകളും നഷ്ടപ്പെടുത്തുന്നത് നിർത്തുക. അതിനെ കൺട്രോൾ ചെയ്യൂ. മഹത്തായ ജോലി ചെയ്യാനുള്ള ഒരേയൊരു മാർഗം നിങ്ങൾ ചെയ്യുന്നതിനെ സ്നേഹിക്കുക എന്നതാണ്. നിങ്ങൾ ഇതുവരെ അത് കണ്ടെത്തിയില്ലെങ്കിൽ തിരയുന്നത് തുടരുക. ഡോണ്ട് സ്റ്റോപ്പ്. പണത്തേക്കാൾ പ്രധാനമാണ് സമയം. നിങ്ങൾക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ കഴിയും, എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ സമയം നേടാൻ കഴിയില്ല. വിജയത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന 2 കാര്യങ്ങളാണ് ക്ഷമയും കഠിനാധ്വാനവും. പ്രതിഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക. വിജയം ഉറപ്പായും നമ്മെ തേടിയെത്തും. എല്ലാ പ്രഭാതത്തിലും പുതിയ പ്രതീക്ഷകൾ നൽകുന്നു. ഓരോ പ്രതീക്ഷയും നമ്മുടെ സ്വപ്നങ്ങൾക്ക് പുതിയ ജീവിതം നൽകുന്നു. എല്ലാ ദിവസവും നിങ്ങൾക്ക് മനോഹരമായ പ്രഭാതം നേരുന്നു. ഒരു മടുപ്പും കൂടാതെ മണിക്കൂറുകളോളം ആരുടെയെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ. വിട്ടുകളയാൻ തോന്നാത്തതും എന്നാൽ സ്വന്തമാക്കാൻ കഴിയാത്തതുമായ ചില ബന്ധങ്ങൾ ആയിരിക്കും നമുക്ക് കൂടുതൽ സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും നൽകുന്നത്. പണം ആണ് സ്നേഹം. അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് ബന്ധങ്ങളും സൗഹൃദങ്ങളും, എന്തിനേറെ രക്തബന്ധങ്ങൾ പോലും. ചേർന്ന് നിൽക്കാൻ ആളുണ്ടായിട്ട് കാര്യമില്ല, ചേർന്നു പോകുന്ന മനസ്സ് വേണം. അല്ലെങ്കിൽ എത്ര നടന്നാലും ഒറ്റയ്ക്ക് നടന്നതുപോലെ ആകും. തിരിച്ച് കിട്ടില്ലെന്നറിഞ്ഞിട്ടും, നീണ്ടു നിൽക്കില്ല എന്നറിഞ്ഞിട്ടും, പറ്റിക്കപ്പെടുവാണെന്നറിഞ്ഞിട്ടും പിന്നെയും സ്നേഹിക്കാൻ കഴിയുന്നതാണ് സ്നേഹമെന്ന വാക്കിനെ അത്ഭുതകരമാക്കുന്നത്. പലപ്പോഴും തനിക്ക് ആകർഷണം തോന്നുന്ന പെൺകുട്ടികളോട് പുരുഷന്മാർ കൂടുതൽ സൗമ്യമായും എളിമയോടെയും പെരുമാറുന്നു. എന്നാൽ പഠനങ്ങൾ അനുസരിച്ച് അങ്ങനെ പെരുമാറുന്ന പുരുഷന്മാരെ പെൺകുട്ടികൾ തന്നെ സൗഹൃദ മേഖലയിലേക്കാണ് പരിഗണിക്കുന്നത്. പ്രതിസന്ധികൾ ആവശ്യമാണ്. അത് ഉണ്ടാകുമ്പോൾ ആണ് പുതിയ വഴികൾ തേടുന്നതും കൂടുതൽ ഉയരങ്ങളിലെത്തുന്നതും. ആകാശത്തോളം വലിപ്പമുള്ള വെല്ലുവിളികളെപ്പോലും. ചില ബന്ധങ്ങൾ അതിര് കടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും. പക്ഷേ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം അതിനുള്ള അവസരം കൊടുത്തത് നമ്മൾ തന്നെയാണ്. ഒരിക്കലും ഒന്നിനും അടിമയാകാതിരിക്കുക. നമ്മൾ നമ്മളല്ലാതാകുന്നത് പലതിനെയും അന്ധമായി പിന്തുടരുമ്പോഴാണ്. ആകാശം പോലെയാണ് ചില സ്വപ്നങ്ങൾ. കാണാൻ സാധിക്കും, എങ്കിലും എത്തിപ്പിടിക്കാൻ അത്ര എളുപ്പമല്ല. നമ്മുടെ മസ്തിഷ്കം വളരെ ശക്തമാണ്. അതിൽ വീഡിയോ സേവ് ചെയ്താൽ 100 വർഷം കഴിഞ്ഞാലും അതിനെ സ്ട്രീം ചെയ്യാൻ കഴിയും. ചീത്ത സുഹൃത്തുക്കൾ നിങ്ങളെ നല്ല സുഹൃത്തുക്കളിൽ നിന്ന് തടയുന്നു.